പ്രസവ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നത് കൊണ്ടാണോ ഈ വഴിപാട് നമ്മൾ നേർന്നതെന്ന് കമന്റിൽ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ മാമാട്ടിക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടാ വാവേനെ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേർന്ന വഴിപാടായിരുന്നേ ഇത്. അനിയത്തിമാരെ ദേ ഇരുന്ന് പൂവുണ്ടാക്കിയത് ദേ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ ദേ ഇത് തലയിൽ വെച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് പോവാനായി. കുംഭകുടത്തില് നമ്മൾ നിറച്ചത് എണ്ണയായിരുന്നു. അങ്ങനെ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഞങ്ങളുടെ താലപ്പൊലി അമ്പലത്തിലേക്ക് ഇറങ്ങിയ സാധാരണ ഒരു 20-25 ഒക്കെയാണ് കുംഭകുടം ഉണ്ടാകാറ്. ഇത് 45-അടുത്ത് കുംഭകുടം ഇത്തവണ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു രാത്രി അമ്പലത്തിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നിർമാല്യം തൊഴണം. അതുകൊണ്ട് മാമാട്ടിനെ കൂട്ടത്തിൽ കൊണ്ടുപോകാതെ പറ്റില്ല. ചെണ്ട കൊട്ടി കാണിക്ക വഞ്ചി വരെ ഉണ്ടാകത്തുള്ളൂ കേട്ടാ. ഇത്രയും കുംഭകുടങ്ങള് ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോഴേക്ക് എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടാ തോന്നുന്നത്. എല്ലാവരും ഒരുമിച്ചുള്ള ദേവി ശരണം കൂടി ആകുമ്പോഴേക്കും ഉണ്ടല്ലോ ഒന്നും പറയാനില്ല.